അതെ പ്രീഷി, ഈ ഒരു മോഡൽ ഹിയറിംഗ് എയ്ഡ് കണ്ടായിരുന്നോ? എല്ലാം ഇപ്പം ആഡിൻ്റെ അകത്തൊക്കെ കാണിക്കുന്ന ഒരു സാധനം, ചെറിയ റീചാർജബിൾ ഹിയറിംഗ് എയ്ഡ്. പുതിയ സിഗ്നയുടെ ഒരു മോഡലാണ്, ഒരു റീചാർജബിൾ കസ്റ്റം ഡിവൈസാണ്. നമ്മുടെ കംപ്ലീറ്റ്ലി ഇൻവിസിബിൾ. ഇത് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടും ഇത് ചെയ്യാം, ഒട്ടും കാണത്തില്ല. പക്ഷേ ദ തിങ് ഇസ് ദാറ്റ് ഞാൻ അധികം പേഷ്യൻസിന് ഇത് അഡ്വൈസ് ചെയ്തിട്ടില്ല. കാര്യം ഇത് കവർ ചെയ്യുന്നത് ഒരു മൈൽഡ് ടു മോഡറേറ്റ്, മൈൽഡ് ഹിയറിംഗ് ലോസിനാണ് കൂടുതൽ ഈ പേഷ്യൻസ് നമ്മൾ ഇത് വെക്കാൻ പറ്റും. നമ്മൾ കുറേ ആഡുകളിൽ ഇപ്പോൾ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ എല്ലാ ആഡിലും നമുക്ക് ഇത് കാണാൻ പറ്റും. ഇതിന് വില ഒരു 2,50,000 റുപ്പീസോളം വില ഉണ്ട്. സാധനം അലക്സ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നല്ല, ചെയ്യുന്നുണ്ട്. പക്ഷേ ലോസ് മൈൽഡ്, അതായത് മൈൽഡ് എന്ന് വെച്ചാൽ തുടക്കം ഹിയറിംഗ് ലോസ് ഉള്ളവർക്ക് മാത്രമേ നമുക്കിത് റെക്കമെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. 2, ഫിറ്റ്. യൂഷ്വലി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റം ഫിറ്റ് അല്ല. നമുക്ക് യൂഷ്വലി ചെയ്യുന്നത് നമ്മൾ ചെവിയുടെ അളവെടുത്ത് ചെവിയുടെ ഷേപ്പിലാണ് ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ടായി വരുന്നത്. ഇത് റെഡി ടു ഫിറ്റാ. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ചവയ്ക്കുമ്പോഴും ജോയുടെ മൂവ്മെന്റ് ഒക്കെ വരുമ്പോൾ ചെവിയിൽ നിന്ന് ഇത് ഊരിപ്പോരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. 1. 2, ഫീഡ്ബാക്ക് വരും. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിയറിംഗ് എയ്ഡിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മൈക്കും സ്പീക്കറും ആണ്. അപ്പോൾ ഇത് ഇത്രയും ചെറിയൊരു ഡിവൈസ് ആയതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ക്ലോസർ ആയിട്ടാണ് ചെവിക്കകത്ത് ഇരിക്കുക. പിന്നെ നമ്മുടെ ചെവിയുടെ ഷേപ്പിലും അല്ല ഇതിരിക്കുന്നതുകൊണ്ട് ആ മൈക്കിൽ നിന്ന് വരുന്ന സൗണ്ട് സ്പീക്കർ പിക്ക് ചെയ്യുകയും കൂന്നുള്ളൊരു ഫീഡ്ബാക്ക് ആ പേഷ്യൻറ്റിന് വരികയും ചെയ്യും. അപ്പം യൂഷ്വലി പേഷ്യൻസിന് ആ ഒരു ഫിറ്റ് ഇഷ്ടപ്പെടാനുള്ള ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. പക്ഷെ ഫീച്ചർ വൈസ് ഇറ്റ്സ് ഫീച്ചർ ലോഡഡ്. കാര്യം നമുക്ക് കണക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആപ്പിൽ നമുക്ക് വോളിയം കൺട്രോൾസ്, ഇത്രയും ചെറിയൊരു റീചാർജബിൾ, ഇതെല്ലാം ഈ ഒരു ഡിവൈസിലേ ഉള്ളൂ. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഇത് റെക്കമെൻഡ് ചെയ്യാനായിട്ട്. So you're 2 lakhs in the hearing aid. I think every patient, വെക്കുന്ന പേഷ്യൻസ് അത് വെച്ച് കംഫർട്ട് നോക്കിയിട്ട് വേണം മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ. ആഡ്സ് കണ്ട് മാത്രം എനിക്ക് കുറേ എൻക്വയറീസ് വരുന്നുണ്ട്, ഈ ഡിവൈസ് ഉണ്ടോ ഇതുണ്ടോ എന്ന് ചോദിച്ച എൻക്വയറീസ് വരുന്നുണ്ട്. പക്ഷെ ആഡ്സ് കണ്ട് മാത്രം നമുക്ക് ഇതിനെ പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കാര്യം ആൾക്ക് കേൾവിക്കുറവിൻ്റെ ലെവലിൽ നമുക്കിത് വെക്കാൻ പറ്റുമോ ചോദിച്ചിട്ടേ അല്ലെങ്കിൽ നോക്കിയിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ.